അമേരിക്ക നൽകിയ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിശ്ചയദാർഢ്യം പ്രകടമാക്കുന്നത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്ന് ലോക വൻശക്തിയെ വെല്ലുവിളിക്കാനുള്ള ഒരു തന്റേടത്തിന് എന്തായാലും ഒരു സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല. ഈ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായിട്ട് ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം ടെഹ്റാനിലെ ബെഹ്ഷത് സഹ്റ സെമിത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇറാൻ സർക്കാരുമായിട്ട് ബന്ധമുള്ള മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയെ മാത്രമല്ല മറ്റ് ലോക രാജ്യങ്ങളെയും അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്ത് തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത് ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളിലും കൂടാതെ അമേരിക്കൻ എംബസികളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. ജനുവരി 31 വന്ന ഏറ്റവും പുതിയ വാർത്തകളും ഇത് തന്നെയാണ്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി ലാരിജാനിയാണ് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെയും അറിയിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് തങ്ങളുടെ മണ്ണ് ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഈ സുന്നി ഷിയ ഭിന്നത മുതലെടുത്ത് ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. എന്നാൽ ആ പണി ഇത്തവണ ഏറ്റില്ല എന്ന് വേണം കരുതാൻ.